നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഈ വീഡിയോയിലെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലത്തെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. കുട്ടിക്കാലത്തെ തുടങ്ങി കണ്ടും കേട്ടും പഠിച്ച കഥകളിലെയും പുരാണങ്ങളിലെയും 10,000-കണക്കിന് ദേവതകളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിൽ ഒരിത്തിരി സയൻസ് പഠിച്ചപ്പോൾ ഈ ദേവതകളും ആ അറിവുമായിട്ട് പൊരുത്തപ്പെടാതെ വന്നു. ഒരിടയ്ക്ക് ഈ ദേവതകളെക്കുറിച്ച് മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദേവതകളൊക്കെ പ്രതീകങ്ങളാണ് കുട്ടി എന്നാണ്. ആ പ്രതീകങ്ങളുടെ പിറകിലുള്ള ആശയങ്ങൾ അന്വേഷിക്കാൻ കോളേജിൽ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്ന കാലം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ പഠിച്ചപ്പോഴോ നിലവിലുള്ള ഭൗതികശാസ്ത്രം ഈ ദേവതകളുടെ സ്വഭാവവുമായി പൂർണ്ണമായി ഇണങ്ങിച്ചേരുന്നില്ല എന്ന് മനസ്സിലായി. എവിടെയാണ് പൊരുത്തക്കേട് എന്ന് അന്വേഷിച്ചു. പറഞ്ഞു കേട്ടു വന്ന കഥകളിലെ ദേവതകളുടെ രൂപത്തിലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ അപാകതകളിൽ നിന്നാണോ അതോ ഭൗതികശാസ്ത്രത്തിൻ്റെ പോരായ്മകളിൽ നിന്നാണോ എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. ഈ അന്വേഷണം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നർത്ഥം. പരമ്പരാഗതമായ ദേവതാ സങ്കല്പത്തെ പഠിച്ചു വന്ന സയൻസുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണുകയുണ്ടായി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു പ്രധാനമായും കണ്ട പൊരുത്തക്കേടുകൾ? ഇത്തരം പൊരുത്തക്കേടുകൾ സാധാരണ ആരെങ്കിലും കാണുമ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി അറിയപ്പെടുന്ന ദേവതാ സങ്കല്പത്തെ തള്ളിക്കളയുകയാണ് പതിവ്. പക്ഷെ അതിനെ തള്ളിക്കളയാതെ ഈ സയൻസ് പഠനത്തോടും സയൻസിന്റെ അന്വേഷണത്തോടും ഒപ്പം ഈ ദേവതാ സങ്കല്പത്തെയും കൊണ്ടുപോകാൻ എന്തായിരുന്നു കാരണം? ആ അന്വേഷണം ഇന്നും തുടരുകയാണെന്ന് താങ്കൾ പറയുകയുണ്ടായി. എങ്കിലും അതിലുള്ള തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ ഏതെങ്കിലും പുത്തൻ അറിവുകൾ അല്ലെങ്കിൽ ആ പരമ്പരാഗതമായ ദേവതാ സങ്കല്പത്തിനെയും സയൻസിനെയും കോറിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും അറിവുകൾ, ഏതെങ്കിലും തിരിച്ചറിവുകൾ നമ്മൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം പുരാണങ്ങളിൽ നിന്നും മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഏവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണത്. ഞാൻ ജനിച്ച് വളർന്നത് ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ഞങ്ങളുടെ ഗ്രാമമായ വെട്ടംപള്ളിപ്പുറത്ത് 18 അര കാവുകൾ ഉണ്ടായിരുന്നു. 18 മുഴുക്കാവുകളും ഒരു അരക്കാവും. പിന്നെ പ്രഖ്യാതമായ ധർമ്മശാസ്ത്ര ക്ഷേത്രവും. അതിനു പുറമെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ കേട്ട് പരിചയിച്ച ത്രിമൂർത്തികളും 33 ദേവതകളും വേറെയും. ഇവയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവ സങ്കല്പങ്ങൾ. ഈ ദൈവസങ്കല്പങ്ങളുമായാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ ഏതാണ്ടൊരു 8ാം തരത്തിൽ എത്തിയപ്പോഴേക്കും സയൻസ് അധ്യാപകൻ എന്തോ ഒരു കാരണവശാൽ ക്ലാസ്സിൽ പറഞ്ഞു, പരീക്ഷിച്ചും നിരീക്ഷിച്ചും നിജസ്ഥിതി അറിയാൻ കഴിയാത്ത ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല, അന്ധവിശ്വാസങ്ങളാണ് എന്ന്. നമ്മളെങ്ങനെ പരീക്ഷിച്ചറിയാനാണ്? പാൽക്കടലിൻ്റെ നടുവിൽ അനന്തനാഗത്തിൽ ശയിക്കുന്ന വിഷ്ണു ഒരു താമരപ്പൂവിൽ കഴിയുന്ന ബ്രഹ്മാവ്, മഞ്ഞുമൂടിയ മലനിലകളിൽ സ്ഥിരതാമസക്കാരനായ പരമശിവൻ, എവിടെ നിന്ന് വരുന്നു പോകുന്നു എന്നറിയാൻ വയ്യാത്ത 33 ദേവതകൾ, ഒരുപാട് ഉത്സവങ്ങളും ആർഭാടങ്ങളും ഒക്കെയായി കഴിയുന്ന കാവുകൾ, അതിനു പുറമെ സർപ്പക്കാവുകൾ വേറെയും യക്ഷികൾ വേറെ, ബ്രഹ്മരക്ഷസുകൾ വേറെ. ഇതിനൊക്കെ നിരീക്ഷിച്ചോ പരീക്ഷിച്ചോ
എന്ത് തെളിവാണ് ഹാജരാക്കാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ എല്ലാ ദൈവസങ്കല്പവും എനിക്ക് ഒരുമിച്ച് നഷ്ടമാകുന്ന ഒരവസ്ഥ വന്നു. സങ്കടത്തോടുകൂടി ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു. അപ്പോൾ മുത്തച്ഛൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹമാണ് എൻ്റെ അവസാനത്തെ അത്താണി, കുട്ടി, ഇത് മുഴുവൻ പ്രതീകങ്ങളാണ്, സങ്കല്പങ്ങളാണ്. പക്ഷെ സങ്കല്പങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അതെങ്ങനെയാണ് എന്നറിയണമെങ്കിൽ നീ ആരാണ് എന്ന് നിനക്ക് മനസ്സിലാവണം. അത് മുത്തശ്ശൻ മനസ്സിലാക്കി തന്നത് ഒരു എളുപ്പ വഴിക്കാണ്. അന്നാണ് അദ്ദേഹം അദ്വൈതത്തിൻ്റെ വിത്ത് എൻ്റെ മനസ്സിൽ പാകിയത്. അദ്ദേഹം ചോദിച്ചു, ഇത്രയും വലിയ ഈ സങ്കീർണമായ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടോ ഇല്ലയോ ചോദിച്ചാൽ നീ എന്താ പറയുക? ബുദ്ധിയുള്ള ആരും എന്ത് പറയണം? ഉണ്ട് എന്ന് തന്നെ പറയണം. ആ ശക്തി ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മുക്കിലാണ് എന്ന് പറഞ്ഞാൽ മതിയാവുമോ? അതെങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണ്ടേ? വേണം. അങ്ങനെ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഞാനും നീയുമൊക്കെ അതിലാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് അത് നമ്മളിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുന്നതായതുകൊണ്ട് നമ്മിലാകെയുള്ള സ്ഥിരമായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ അസ്തിത്വമാണല്ലോ ശാശ്വതമായിട്ടുള്ളത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അതാണ് നീ എന്ന്. നീ അതാണെങ്കിൽ നീ മാത്രമല്ല, ചുറ്റും കാണുന്ന എല്ലാതും അതാണ്. കല്ലും മരവും ചെടിയും പുൽക്കൊടിയും ഉൾപ്പെടെ, മഹാമേരു ഉൾപ്പെടെ എല്ലാം അത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന് മാത്രമല്ല, എല്ലാം ഉണ്മകളും ആണ്. അങ്ങനെ എനിക്ക് എൻ്റെ ദൈവസങ്കല്പത്തിൻ്റെ ശങ്ക അന്ന് തീർന്നു കിട്ടി, ബോധ്യമായി. പക്ഷേ ഈ ബോധ്യം വെച്ച് എനിക്ക് സയൻസ് പഠിക്കാൻ പോകേണ്ടി വന്നപ്പോൾ, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, കുറച്ചുകൂടി നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് പോകാം എന്നാണ്. 3 തലങ്ങളുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു തലത്തിൽ, അതായത് ആദികന്തം എന്ന തുടക്കം എന്ന തലത്തിൽ മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഉണ്ടാകുന്ന താമരയിൽ, വിരിഞ്ഞു വരുന്ന താമരയിൽ പ്രതിഷ്ഠിതനായ 4 മുഖങ്ങളുള്ള സ്പേസും ബ്രഹ്മാവും, ചതുർമുഖ ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളായി സ്പന്ദരൂപത്തിൽ ഉടലെടുക്കുന്ന, താളങ്ങളെ കൊണ്ട് നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും അനുരണനവും അവസാനത്തെ തിരോധാനവും ഉൾക്കൊള്ളുന്ന ഒരു ശിവസങ്കല്പവും, ഇവരിൽ നിന്ന് 3 പേരിൽ നിന്നും പ്രസരിക്കുന്ന ശക്തികളുടെ, താളക്രമങ്ങളുടെ, വികിരണങ്ങളുടെ ഒക്കെ സങ്കല്പങ്ങളായ മഹാബലങ്ങളുമാണ് നമുക്കുള്ളത് എന്ന്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കൂടി കിട്ടിയപ്പോൾ എൻ്റെ ദൈവസങ്കല്പത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു. അതോടുകൂടി വേറെ ഒരായുധവും എനിക്ക് സൗകര്യമായിട്ട് കിട്ടി. അതെന്താണ് എന്ന് വെച്ചാൽ, അനാചാരങ്ങളിൽ നിന്ന് സദാചാരങ്ങളെ തിരിച്ചറിയാൻ പറ്റി. ലോകത്തുള്ള ആചാരങ്ങളെ 3ആയി തിരിക്കാൻ എനിക്ക് സാധിച്ചു. ഒന്ന്, സയൻസിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴുള്ള അറിവിൽ ശരി എന്ന് അംഗീകരിക്കാവുന്ന ആചാരങ്ങൾ. ഏകാശി നോൽക്കണം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും വിശ്രമം കിട്ടാത്ത അവയവങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഒരു നാൾ വിശ്രമം കൊടുക്കുന്ന ആരോഗ്യത്തിന് നല്ലതായ ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് ശാസ്ത്രീയമായി തന്നെ പറയാം. അതേ സമയത്ത് ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ആചാരങ്ങൾ, തലവെട്ടിപ്പൊളിക്കുന്ന വെളിച്ചപ്പാട്, വേണ്ടാധീനമാണ് കാണിക്കുന്നത് എന്നല്ലാതെ ഒരിക്കലും നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. പിന്നെ 3ാമതൊരു തരം
നമുക്കിപ്പോഴുള്ള അറിവ് വെച്ച് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ കഴിയാത്ത ആചാരങ്ങൾ. ഇപ്പോൾ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ നിയതമായ ഒരു പരീക്ഷണവും നിരീക്ഷണവും നടത്തി പഠനവും നടത്തി ഇതുവരെ ആരും ശാസ്ത്രീയമായ ഒരു തെളിവ് ആകാമെന്നോ ആകരുതെന്നോ ഉള്ളതിന് ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് ആചാരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ശാസ്ത്രീയമായി വിലയിരുത്താനും ആകാവുന്നതിനെ സ്വീകരിക്കാനും ആകാത്തതിനെ നിരാകരിക്കാനും നമുക്ക് ആധുനിക ശാസ്ത്രവും അതിൻ്റെ രീതികളും വഴിയൊരുക്കുന്നു എന്നുകൂടി ഞാൻ കണ്ടു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ സംശയങ്ങളും ആശങ്കകളുമൊക്കെ തീർന്ന് കിട്ടുകയും ചെയ്തു. ഞാനിപ്പോഴും പ്രപഞ്ചത്തിലെ മഹാബലങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഈ ബലങ്ങൾ എങ്ങനെയാണ് ദേവതകളാകുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ആശ്രയിക്കേണ്ട ശക്തികളായി തീരുന്നത് എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുത്വാകർഷണത്തെ ദേവതയായി നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. കാന്തശക്തിയെ പോലും നമുക്ക് ദേവതയായി സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദേവതാ സങ്കല്പങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. മനുഷ്യനുള്ളിടത്തോളം കാലം ഒരുപാട് ബലങ്ങളെ അവൻ്റെ മനസ്സിൽ ഒതുക്കി സങ്കല്പിക്കാൻ ദേവതകൾ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ഈ ഒരു നിശ്ചിതമായ അന്വേഷണ പരിപാടി തുടരേണ്ടിയും വരും എന്നുള്ളതിനും സംശയമില്ല.